എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. രേവതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഫെബ്രുവരി മാസം, ഈ ഒരു മാസം എങ്ങനെയാണ് നമുക്ക് നോക്കാം. സോറി ഫോർ ദ ഡിലേ. ആദ്യം തന്നെ 6 of Pentacles energy, 2 High Priestess energy, 5 of Swords, 5 of Pentacles, 8 of Swords energy connections, and last വന്നിട്ട് Wheel of Fortune എനർജിയാണ്. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിന്താരീതികൾ മാറ്റേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദ്യമായിട്ട് പറയുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്ന രീതി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവ്, അടുത്തിടെയായിട്ട് പൊതുവേ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, പക്ഷെ അടുത്തിടെയായിട്ട് ഭയങ്കര നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ അത് മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മാസം കാണിക്കുന്നത്. ഫെബ്രുവരി മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റി മാറ്റുന്നില്ല എങ്കിൽ ജീവിതത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മാസമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കുന്ന നമ്മളിലേക്ക് വരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ നമ്മളായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്യുക, നമ്മൾ ഡിലേ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി 10 of Pentacles എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കലാണ്, ലോജിക്കലായിട്ട് ചിന്തിച്ച് ആലോചിച്ച് പല തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പ്രതീക്ഷിക്കാത്തുള്ള ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എടുത്ത് പറയുന്ന കാര്യം, ഇപ്പോൾ സംഭവിക്കുന്ന ഈ ഒരു നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ കാര്യങ്ങൾ ഓൾറെഡി 10 മാസങ്ങൾക്ക് മുമ്പ് സംഭവിക്കേണ്ടതായിരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം ഇത് ഡിലേ ചെയ്ത് ഫൈനൽ ഈ ഒരു മാസം സംഭവിക്കുകയാണ്. നല്ല കാര്യം. 10 of Pentacles and 2 of High Priestess എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളായിട്ട് ഓൾറെഡി ബ്ലോക്ക് ചെയ്ത ഒരു സാഹചര്യം കൊണ്ടിട്ട് ഇത് സംഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അതിലും ഒത്തിരി ഡിലേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ശ്രമിച്ചാൽ ഈ ഒരു മാസം അവസാനം തന്നെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം ഡിലേ വരുന്നു എന്നുള്ളത്. നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ നടക്കാം, പക്ഷേ അത് നടക്കില്ല, എനിക്ക് അങ്ങനെയാ വരില്ല എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആദ്യം മാറ്റുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റുക, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ മേജർ ഡിസിഷൻ എടുക്കുന്ന സമയമാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന ഒരു സമയമാണ്. പിന്നെ നിങ്ങളുടെ ഹൊറോസ്കോപ്പ് സംബന്ധിച്ച കാര്യങ്ങൾ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ രാഹു കേതുവിൻ്റെ സ്ഥാനം കാര്യങ്ങളൊക്കെ നോക്കുക. രാഹുവിൻ്റെ എനർജി, രാഹു വളരെ ഇൻ്റലിജൻറ്റ് എനർജിയാണ്, വളരെ നല്ല തീരുമാനങ്ങൾ, മേജർ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ കഴിവാണ്. പക്ഷേ ഭയങ്കര രാഹുവിൻ്റെ എനർജി എന്ന് വെച്ചാൽ മെറ്റീരിയൽ ഇതാണ്, അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോട്. അപ്പോൾ അതായത് നിങ്ങളുടെ കരിയർ വളരെ ഉയരത്തിലെത്തണം, നന്നായിട്ട് പഠിച്ച് വളരെ കാരണം പഠിച്ച് വളർന്ന് വലുതായി നല്ലൊരു പൊസിഷനിലെത്താം, അതേപോലെ സാമ്പത്തികമായിട്ട് ഒത്തിരി നേടണം എന്നുള്ള മെറ്റീരിയലായിട്ട് ജീവിതത്തിൽ ആഡംബരങ്ങൾ കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട്, അതിൽ നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ എനർജിയുടെ നിങ്ങളുടെ സ്ഥാനം അനുസരിച്ചിട്ടിരിക്കും നിങ്ങൾ എത്ര കിട്ടിയാൽ, നമ്മൾ പറയില്ലേ സാമ്പത്തികമായിട്ട് ഒരു ലെവലിൽ എത്തണം നമ്മൾ ഒരു സമയത്ത് തീരുമാനിക്കും. ആ ഒരു ലെവലിൽ എത്തിക്കുമ്പോൾ നമുക്ക് അതിലും വലിയൊരു ലെവലിൽ, എല്ലാവരും ഒരു പരിധി വരെ ആളുകൾ അങ്ങനെയാണ്. അപ്പോൾ ആ ലെവലിൽ ഉള്ളത് വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇതൊക്കെ തന്നെ മതി ഈ ഒരു രീതിയിൽ എന്ന് ജീവിക്കുന്നവരുമുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫറൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ട് ഇരിക്കുക, അവരുടെ പ്രയോറിറ്റി എന്താണ് ഇവിടെ തന്നെ, അപ്പോൾ അവരത് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു. ആ ഉള്ള ഇതിൽ സ്റ്റേബിളായിട്ട് പോകാൻ താല്പര്യമുള്ളവരാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈ പ്രീസ്റ്റേഴ്സ് എനർജി ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു സ്ട്രെസ് ഉണ്ട്, 5 of Swords എനർജി കണക്ഷൻസ് ആണ്. ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾഫിൽഡ് ആയിട്ടുള്ള ഫീലിംഗ് ഇല്ല, കാരണം രാഹുവിൻ്റെ എനർജി നിങ്ങളുടെ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട്, അത് ഓരോരുത്തരുടെയും വ്യത്യസ്ത, അത് നമ്മൾ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല, നമ്മൾ ടാരോ റീഡിങ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഫുൾഫില്ലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു അതിർവരമ്പ് വയ്ക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ രാഹുവിൻ്റെ ആയാലും കേതുവിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഒരു കാർമിക് കേതുവിൻ്റെയും രാഹുവിൻ്റെയും എനർജി രണ്ടും ഓപ്പോസിറ്റാണ്. ഒന്ന് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വീൽ ഓഫ് ഫോർച്യൂൺ എനർജി കണക്ഷൻസ്, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ രാഹുവിൻ്റെ എനർജിയാണ് സാമ്പത്തിക കാര്യങ്ങളോട് താല്പര്യം അതിന് വേണ്ടിയിട്ടുള്ളത്. അതേസമയം കേതുവിൻ്റെ എനർജി ഹൈ പ്രീസ്റ്റേഴ്സ് എനർജിയാണ്, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ ഒരു ഹങ്കർ ഫോർ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് കാണിക്കുന്നില്ല. അതായത് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് അതിൽ മുന്നോട്ടേക്ക് പോകുന്ന നല്ല കാര്യം. അതേസമയം തന്നെ സ്പിരിച്വലായിട്ട് മുന്നോട്ടേക്ക് പോകും. ഇവിടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് തന്നെ നിങ്ങൾ മാറിപ്പോവാതിരിക്കുക. കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഒരു ജീവിതം ജീവിക്കുന്നു, ഫാമിലി വുമൺ ആണെങ്കിൽ നമ്മൾ ഒത്തിരി സ്പിരിച്വൽ സന്യാസത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസിന് എതിരാണ്. എന്നാൽ പൂർണ്ണമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് മറിഞ്ഞു പോകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണുള്ളത്. നിങ്ങൾ കരിയറിന് വേണ്ടി ശ്രമിക്കുക, അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യുക. സ്പിരിച്വൽ സൈഡ് നിങ്ങൾ വിട്ടുകളയത്. കാരണം ഇവിടെ ഒരു 5 ഓഫ് സോർട്സ് എനർജി ആൻഡ് 8 ഓഫ് സോർട്സ് എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾഫിൽഡ് ആകുക. അതായത് കരിയറിൽ മുന്നോട്ടേക്ക് പോകാനും സാമ്പത്തിക നേട്ടം ഉണ്ടായാലും നിങ്ങൾ മാനസികമായിട്ട് എന്തുകൊണ്ട് ഫീൽ ഗുഡ് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പിരിച്വൽ സൈഡ് ലോ ആണ്. സ്പിരിച്വൽ സൈഡ് സ്ട്രോങ് ആക്കുമ്പോൾ ക്ഷേത്രങ്ങളിൽ പള്ളികളിലൊക്കെ സന്ദർശിക്കുക, സ്പിരിച്വലി കണക്റ്റഡ് ആയി നിൽക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് രാഹുവിൻ്റെയും കേതുവിൻ്റെ എനർജി ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ സൗത്ത് സോൺ നോഡ് എന്ന് പറയുന്നത് സൗത്ത് നോഡും നോർത്ത് നോഡിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോയാൽ ലൈഫിൽ എല്ലാ തരത്തിലും ബാലൻസ്, നമുക്ക് ജീവിതത്തിൽ ബാലൻസ് ആണ് വേണ്ടത്. അൾട്രാ സക്സസ്ഫുൾ എനർജിയാണ്. അപ്പോൾ ഇപ്പോൾ അടുത്തിടെ നമ്മുടെ വാർത്തയിലുണ്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട വളരെ വലിയ ഉയരത്തിൽ നിൽക്കുന്നൊരു ബിസിനസ്മാൻ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം വാർത്തയിലുണ്ടായിരുന്നതാണ് അദ്ദേഹത്തെ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. ബാലൻസ് എനർജി ലൈഫിൽ ഉണ്ടാകാത്തൊരു സിറ്റുവേഷനാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലൈഫിൽ ബാലൻസ് അനിവാര്യമാണ് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചാർട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല, അത് വേറെ. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി ഈ ഒരു സ്ട്രോങ് കണക്ഷൻ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ, ജോലി ചെയ്യുന്നവരാണ് എങ്കിലും എന്തായാലും നിങ്ങളുടെ അതർ സൈഡ് സ്പിരിച്വൽ സൈഡ് സ്ട്രോങ് ആക്കി വെക്കുക ഫെബ്രുവരി മാസത്തിൽ. അല്ലാത്ത പക്ഷെ ഒത്തിരി സ്ട്രെസ്സ്, ആങ്സൈറ്റി, പാനിക് അറ്റാക്സ് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസും 6 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസും ആണ്. ഇത് സൂചിപ്പിക്കുന്ന മെയിനായിട്ട് നിങ്ങളുടെ കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് മെയിനായിട്ട് പണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ലോൺ, മറ്റുള്ളവർക്ക് കടമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, കടം എന്ന് പറയുന്നത് ഐതർ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട് എങ്കിൽ ലോണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇഷ്യൂസ്, ലോൺ കിട്ടാനുള്ള പ്രയാസമാകാം, അല്ലെങ്കിൽ നിങ്ങൾ ലോൺ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടവ് മുടങ്ങിയതിൻ്റെ പ്രയാസം, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കടം വാങ്ങിച്ചതാണ്, കടത്തിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണലായിട്ടുള്ള റീഡിങ് നമുക്ക് അവരുടെ ചാർട്ട് നോക്കിയാലാണ് പറയാൻ പറ്റുക. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐതർ ഇങ്ങനെയുള്ള കടമായിട്ട് ബന്ധപ്പെടുന്നെങ്കിൽ കടം കൊടുക്കും. ഈ ഒരു മാസം നിങ്ങൾ ആർക്കും കടം കൊടുത്തിട്ടില്ല എങ്കിൽ ആരെങ്കിലും കടം ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാതിരിക്കുക. പിന്നെ ലോൺ എടുക്കുന്ന സിറ്റുവേഷൻസിൽ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം പോകാൻ. ഇത് ഒന്നും കൂടി പുനർചിന്തനം നടത്തുക, എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നിങ്ങളുടെ ശത്രു നിങ്ങൾ തന്നെയാണ്. 8 ഓഫ് സോർട്സ് ആൻഡ് 5 ഓഫ് സോർട്സ് ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, ഈ ഒരു കോഴ്സ് എടുക്കണോ അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കണോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. നിങ്ങളുടെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യാണ് സ്വയം. ഇതെനിക്ക് പറ്റുമോ, സാമ്പത്തിക കാര്യമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, അതായത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഞാനിതിൽ മുന്നേറും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നു എന്നുള്ളത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. കുറച്ചുകൂടി സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നത് ഹെൽപ്ഫുൾ ആവും. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് സ്പിരിച്വൽ എനർജിയാണ്, നിങ്ങളെ സംബന്ധിച്ച് ഹൈ പ്രീസ്റ്റേഴ്സ് എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇവിടെ ഒരു കൺഫ്യൂഷൻ, കാരണം ഇപ്പോഴത്തെ ഒരു എനർജിയിൽ നിങ്ങൾക്ക് വേറെ ഒരു മനസ്സമാധാനം, സ്വസ്ഥയാണ് ഏറ്റവും ആവശ്യം. കുടുംബത്തോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു, അതേപോലെയുള്ള കാര്യങ്ങൾ, കാരണം കുടുംബത്തിലെ അന്തരീക്ഷം മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പിയാണ്. പിന്നെ ആ ഹാപ്പിനെസ് നിങ്ങൾ പുറത്തേക്ക് ഇപ്പോൾ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി ദൈവത്തോട് നന്ദി പറയുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ കുറേ ഹാപ്പിയാണ്. കാരണം നിങ്ങൾ ഒറ്റയ്ക്ക് ആണെന്നുള്ളൊരു തോന്നലിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകൾ മക്കൾ ഒരുമിച്ച് വരുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള മക്കളാണെങ്കിൽ എപ്പോഴും ഫോൺ ചെയ്യുന്നു, വളരെ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ ഫാമിലി കുറച്ചുകൂടി കൂടുതൽ അടുക്കുന്നു.
നിങ്ങൾക്ക് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പല അടുപ്പങ്ങൾ കിട്ടുന്നു, കമ്മ്യൂണിറ്റിയിൽ നല്ല പേരെടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അങ്ങനെയുള്ള എനർജി പോസിറ്റീവാണ്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബാലൻസ് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ മെയിനായിട്ട് ഒരു 30 അല്ലെങ്കിൽ 25 ഒരു 55 റേഞ്ചിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് വളരെ പ്രധാനമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.